ഈ സംസ്ഥാന സർക്കാരുകൾ പണം മുടക്കുമ്പോൾ ഒരു പ്രൈവറ്റ് വ്യവസായി മുടക്കുന്ന പോലെ അല്ല. കാരണം അതിൽ ഇത്ര ശതമാനം നമുക്കിങ്ങനെ റിട്ടേൺ കിട്ടുകയെന്നല്ല. നമ്മുടെ റിട്ടേൺ എന്താ? മൊത്തത്തിലുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുക. സ്വാഭാവികമായും അതിൽ നിന്നുള്ളൊരു വരുമാനത്തിൻ്റെ ഭാഗം സർക്കാരുകൾക്ക് വരും, അല്ലെങ്കിൽ സർക്കാർ നിൽക്കാൻ പറ്റില്ല. കാരണം നികുതി ചില മേഖലയിൽ നിന്ന് മേടിച്ചിട്ട് ഏറ്റവും ഡൗൺ റോഡും ഏറ്റവും ദുർബലമായിട്ടുള്ളവരും ഉള്ളവരെ സഹായിക്കുകയാണ് ഒന്നാമത്തെ ഒരു പ്രയോറിറ്റി. അതേസമയം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഫർദർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ 50 വർഷം മുമ്പുള്ള കാര്യം മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെയർ വിൽ നോട്ട് ബി എനി ഗ്രോത്ത്. അപ്പോൾ അത് വേണ്ടി വരും. ഇപ്പോൾ റീചാർജ് ചെയ്യേണ്ടി വരും, റീസ്ട്രക്ചർ ചെയ്യേണ്ടി വരും, അത് വേണ്ടി വരും. അപ്പോൾ ഏറ്റവും സാധാരണക്കാരെ ഇപ്പോൾ നമ്മൾ സാമൂഹ്യക്ഷേമ പെൻഷൻ പോലെ കിട്ടും, ഇതുകൊണ്ട് മാത്രം മരുന്ന് മേടിക്കാൻ പറ്റുന്ന, ബാക്കി ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, അതൊക്കെ ശരിയാണ്. ഭക്ഷണവും വീടും 6 ലക്ഷം വീടൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലല്ലാതെ എവിടെയും നടന്നിട്ടില്ല. അപ്പോൾ വീട്, ഭക്ഷണം, അവർക്ക് അത്യാവശ്യം മരുന്ന്, ചികിത്സയൊക്കെ ഉണ്ട്, എങ്കിലും അവർക്കൊരു കയ്യിൽ ഒരു സൗകര്യം ഇത് കൊടുക്കുക. പിന്നെ പെൻഷനേഴ്സ് ഉണ്ട്, അപ്പോൾ അവർക്ക് പണമുണ്ടെങ്കിലും പെൻഷനേഴ്സ് അല്ലെങ്കിൽ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഏജ്, ജിറിയാട്രിക് ഏജ്, അവർക്ക് കുറച്ച് പണം കയ്യിലുണ്ടായിട്ട് കാര്യമില്ല. ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോലും പലപ്പോഴും പണം കയ്യിലുണ്ടാവും, പോകാൻ പറ്റില്ല, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേക സപ്പോർട്ട് വേണം. അത് കേരളത്തിൽ വളരെ പ്രധാനമാണ്. ഈ ജിറിയാട്രിക് ഇഷ്യൂ വളരെ കൂടുതലാണ് കേരളത്തിൽ. 20-25% അതിവേഗം എത്തുകയാണ്. 30% ആകെ പോപ്പുലേഷൻ 30% ഒരു ദശാബ്ദം കഴിയുമ്പോൾ എത്തുമെന്നൊക്കെയുള്ള ആശങ്കയാണ്. സോ അത്തരം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിന് സർക്കാരിന് ഈ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, അതിൽ നിന്ന് വരുന്ന എംപ്ലോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റിൽ വരുന്ന പണം, അതിൽ നിന്ന് വരുന്ന ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നികുതി എന്നുള്ള വരുമാനവും മറ്റു വരുമാനങ്ങളും, ഇത് ഉണ്ടാവുക എന്നുള്ളതാണ് ഉറപ്പ്. ഇത് സുരക്ഷിതമായി ഉണ്ടാവും.